ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഗ്രാണി പോലീസ് വേർഷനാണ് ഗൈസ്. ഗ്രാണി ഒരു പോലീസാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് കളിക്കാൻ പോണത്. ഡിഫിക്കൽറ്റി ഈസിലി ഇരുന്നോട്ടെ ഗൈസ്. എങ്ങനെയാണ് ഇതിൻ്റെ ഗെയിം പ്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ലോഡിങ് ആണ്, പ്ലേ കൊടുത്തിട്ടുണ്ട്, ലോഡിങ് ആണ്. ഓക്കെ, ഇവിടെ ഡേ 1 എന്ന് കാണിച്ചിട്ടുണ്ട്. ഗ്രാണിയത്തെ പോലെ തന്നെയാണ്, ഗ്രാണിയിലെ നമ്പറാണ് തോന്നുന്നു കൊടുക്കണത്, എനിക്കറിയില്ല. അതെ, ഗ്രാണിയത്തെ പോലെ തന്നെ നമ്മൾ എണിച്ച് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ബെഡൊക്കെ ഇട്ടാന്നിട്ടുണ്ട് കേട്ടോ. ഗ്രാണി പോലീസ് ആയതുകൊണ്ട് ഇത്തിരി കൂടി റിച്ച് ആയിന്ന് തോന്നുന്നു. വീടൊക്കെ ഒന്ന് അപ്ഗ്രേഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പുറത്തേക്ക് പോയേക്കാം. ഇവിടെ ഗ്രാണി എന്ത് ചെയ്യും? ഗ്രാണിനെ കാണാനല്ല, ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഇവിടൊക്കെ മൊത്തം കാലിയാണ്. ക്ലോസറ്റും മാറ്റിയിട്ടുണ്ട്, മൊത്തം മാറ്റം വരുത്തിയിട്ടുണ്ട് ഗൈസ്. ഗ്രാണി പോലീസിൽ ചേർന്നപ്പോൾ റിച്ചായി. അതാ പോണ് ഗ്രാണി, അതാ പോണ് പോലീസിൻ്റെ യൂണിഫോം ഇട്ടിട്ട് അതാ പോണുണ്ട്. ഇനി ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഇതിനുള്ളിലൊന്നുമില്ല, പറ്റിക്കാൻ വേണ്ടി വെറുതെ കാണാൻ വേണ്ടി വെച്ചിരിക്കണതാണ് അതൊക്കെ. ഇനി ഇവിടെ ഒരു മേശം കൂടി ഉണ്ട്, ഇതിനുള്ളിൽ തുറന്നു നോക്കാം. ഇതിനുള്ളിലും അതിനുള്ളിൽ കട്ടിംഗ് പ്ലെയേഴ്സ് ഉണ്ട് ഗൈസ്. കട്ടിംഗ് പ്ലെയർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കട്ടിംഗ് പ്ലെയർ ആവശ്യം ഉണ്ടാവും ഡോർ എസ്കേപ്പ് ചെയ്യാൻ. അതാ വരുന്ന ഇങ്ങണ്ട്, നമ്മുടെ അടുത്ത് കാണാൻ വരുന്നത് അറിയില്ല. അതാ ഇങ്ങോട്ട് തന്നെ വരുന്നത്. നമുക്ക് ഇനി അങ്ങനെ പോയിട്ട് വട്ടം കറക്കേണ്ടി വരും അതിനെ, അല്ലെങ്കിൽ നമ്മളെ പിന്നാലെ തന്നെ വന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഗ്രാണി പോയി എന്ന് തോന്നുന്നു, നമ്മളെ പിന്നാലെ കാണാനൊന്നുമില്ല അതിനെ. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇവിടെ ഇവന്മാർ മേശയുടെ ഉള്ളിൽ ഒന്നും കൊണ്ടുവെക്കുന്നില്ലല്ലോ, വെറുതെ കാണാൻ വെച്ചിരിക്കണാണ്. ഓക്കെ, ഇതിനുള്ളിൽ ഗൺ പീസിൻ്റെ പാർട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റേ കാറിൻ്റെ അവിടെയുള്ള ഒരു ഗൺ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താ? ടെഡി. ഇതിത്തെ ടെഡി ഇത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ട, നമുക്ക് എന്തായാലും ഈ ഗണ്ണിൻ്റെ പീസ് ഇവിടേക്ക് ഇടുക. ഞാൻ എന്തായാലും നമ്മളെ കാറിൻ്റെ അവിടേക്ക് പോണ ആ സ്ഥലത്ത് ആ ഗണ്ണിൻ്റെ പീസ് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ആ ഗൺ പീസ് ഫുള്ളായിട്ടാണ് തള്ളാനാ പൂശാനി. ഓക്കെ, ഇവിടെ ഒരു പെയിൻറ്റിങ് പീസ് ഉണ്ട്. ഗ്രാണിയുടെ പോലീസായിട്ട് നിൽക്കുന്ന ഒരു പെയിൻറ്റിങ് പീസ് ഉണ്ട്. ഈ ഫുള്ള് പിക്ചർ ഉണ്ടല്ലോ, നമ്മളാ ഒരു ഫ്രെയിം കൊണ്ട് ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോണസായിട്ടൊരു ഡേയും കൂടി കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടത്. ഓക്കെ, നമുക്കിതിനെ മേലക്കൊന്ന് പോയി നോക്കി നോക്കാം. ഞാൻ ഇതുവരെയായിട്ട് മേലെ പോയി നോക്കിയിട്ടില്ല. അവിടുന്ന് എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കേണ്ടി വരും. ഇവിടെ ഹാമർ വെച്ചിട്ട് നമ്മൾ തുറക്കണം, എന്നാലേ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇവിടെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു പീസും കൂടി ഉണ്ട്. ഇത് നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. ഗ്രാണി എവിടുന്ന് വരണ്ടേന്ന് അറിയണ്ടേ? സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഗ്രാണീനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു നോക്കാം. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് എടുത്ത് ചാടിയത് വന്നത് ഈ തള്ളയുടെ വായിക്കും. ഡേ 1 തന്നെ ജയിപ്പിക്കാൻ പറ്റും നോക്കിയതാണ്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ ഡേ 2 ആയിട്ടുണ്ട്. എനിക്കിത് എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന് തോന്നണില്ല ഗൈസ്. ഇതിൽ നല്ല ടഫാണിത്. സാധാ ഗ്രാണി കളിക്കണായിട്ടും നല്ല ടഫാണ് ഇത് കളിക്കണത്. നേരത്തെ നമ്മൾ ഗ്രാണി അടിച്ചിട്ടിപ്പോൾ ഇവിടെ ഉണ്ട് ആ പെയിൻറ്റിങ്ങിൻ്റെ പീസ്. ഇവിടെ നിന്ന് തന്നെയാണ് ഇന്നെ അടിച്ചിട്ടത് നേരത്തെ. നമുക്കിനി ആ ഫ്രെയിമിൽ കൊണ്ട് ഒട്ടിച്ചെടുക്കുക. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഗൈസ്. ഞാൻ ഇതിൽ ബോണസ് ഡേ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതവിടെ കൊണ്ടുപോയി വെക്കുന്നത്. നമ്മളതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ട്രാപ്പ് ചൂട്ടിയിട്ടുണ്ട്. ഗ്രാണി ഇപ്പോൾ വരും ആ സൗണ്ട് കേട്ടിട്ട്, അതാ വരുന്നുണ്ട്. നമുക്കെന്തായാലും ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഈ കട്ടിംഗ് പ്ലെയറായിട്ടൊരു ഉപകാരം ഉണ്ട്. ഇവിടെ ഒരു വയർ കട്ട് ചെയ്യാനുണ്ട് ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ചെയ്യാനുള്ള. ഇതിലാകെ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് മാത്രമേ ഉള്ളൂ ഗൈസ്. കാർ എസ്കേപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാർ കീ കിട്ടും, പക്ഷെ കാർ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ ഗ്രാണി ഇങ്ങോട്ടേക്ക് വരും. വരുന്നുണ്ട് ഇങ്ങോട്ട്. ഈ വഴിയല്ലല്ലോ ഒരു വരാറ്, ആ വഴിയല്ലേ? ചിലപ്പോൾ വല്ല ബഗ്ഗായിട്ടാവും. നമുക്കിതിനെ വട്ടം ചുറ്റാം. എവിടെ ഇങ്ങോട്ട് വരട്ടെ. നമുക്ക് ഇതിനുള്ളിൽ സ്മോക്ക് ഇട്ടിട്ട് ഉറക്കാം. ഇനി വരട്ടെ, അതിൻ്റെ ഉള്ളിലാവും കയറാം. എന്താ ഗ്രാണി വരാത്ത്? ഗൈസ്, എനിക്ക് ഇപ്പോഴാണ് ആ സത്യാവസ്ഥ മനസ്സിലായത്. ഗ്രാണി ചില ഭാഗങ്ങളിലോട്ട് വരില്ല ഗൈസ്. ഈ ഗെയിമിലത്തെ ബഗ്ഗാണോ ഞാൻ അവർ കൊടുത്ത ഫ്യൂച്ചറാണോ എന്ന് എനിക്കറിയില്ല. നമ്മളെന്തായാലും ആ പെയിൻറ്റിങ്ങിൻ്റെ പീസ് എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. 2 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 2 നമ്മളിതാ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി 2 കൂടി കിട്ടിയാൽ മതി. ഇവിടെ നമുക്കൊരു ഗണ്ണിൻ്റെ പീസും കൂടി ഉണ്ട്. ഇത് നമുക്ക് അടി കൊണ്ടുപോയി സെറ്റാക്കാം. ഗ്രാണി ഉണ്ടല്ലോ, ഈ കാറുള്ള സ്ഥലത്തേക്കൊന്നും വരില്ല, അതുകൊണ്ട് അങ്ങനെ ചുറ്റിക്കറങ്ങി വരുന്നത്. റിയൽ ഗ്രാണിയിലാണെന്നുണ്ടെങ്കിൽ വരും. ഞാൻ അവിടെ കുറേ സൗണ്ട് ഉണ്ടാക്കി ഗ്രാണീനെ ഇങ്ങോട്ടേക്ക് വട്ടം ചുറ്റി കൊണ്ടുവരാൻ നോക്കി, എന്നിട്ടൊന്നും വന്നില്ല ഗൈസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗ്രാണി ഇങ്ങോട്ട് വരില്ല എന്ന്. ഓക്കെ, ഇതിനുള്ളിലൊന്നുമില്ല. നമ്മളാ ഗണ്ണിൻ്റെ പീസ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഇതിനുള്ളിലൊന്നുമില്ല ഗൈസ്. ഇവിടെ വന്നപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിഞ്ച് ഹാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഞാൻ കിണർമ പോയിട്ട് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കിട്ടുന്നത് നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ഇവിടെ ബാക്ക് യാർഡിൽ പുല്ലും കാര്യങ്ങളൊക്കെ സീൻ തന്നെയാണ്. നമുക്കിനി ഈ ഒരു വിഞ്ച് ഇവിടെ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്തു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണാവോ കിട്ടുക ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ഹാമർ കിട്ടിയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഞാൻ നേരത്തെ ഇതിൻ്റെ ഉള്ളിലൊരു വാട്ടർ മെലൻ കിട്ടിയിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്തോ ഉണ്ടെന്ന് പറയണേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്ലേ ഹൗസ് കീ കിട്ടി.
നമുക്ക് പ്ലേ ഹൗസിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ മറ്റേ കോഗ് വീലൊക്കെ സെറ്റാക്കി കൊടുക്കേണ്ടി വരും. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. 2 കോഗ് വീല് സെറ്റാക്കി കൊടുക്കണം. ഗൈസ് ഈ ഹാമർ കൊണ്ട് ഇവിടെ ഒരു ഉപകാരമുണ്ട്. ഈ ഒരു പ്ലാങ്കുകൾ നമുക്ക് ഇവിടുന്ന് പൊളിച്ചിടാണ്ട് നമുക്ക് ഇത് എടുത്തിട്ടുണ്ടല്ലോ ഇവിടെ വെക്കാം. ഈ ഭാഗത്ത് കൊണ്ടുപോയി സെറ്റാക്കി കൊടുക്കാം. എന്നാലും അപ്പുറത്തേക്ക് കടന്ന് പോകാൻ പറ്റുള്ളൂ. ഇനി ബാക്കിയുള്ള പീസും കൂടി നമുക്ക് ഊരിവിടാം. ഓക്കെ, അതും കൂടി നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? അതിനുള്ളിൽ നമുക്കൊരു കോഗ് വീല് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി കിട്ടിയാൽ മതി. ഇത് തുറക്കാൻ പറ്റില്ല, ഇതിനെന്തോ ചാവി വേണം. അത് ഗ്രാനി വന്നാൽ മാത്രമേ തുറക്കുള്ളൂ. അതാണ് അതിൻ്റെ പവർ. ഇനി നമുക്ക് അതിനുള്ളിൽ എന്ത് കീയാണ് എനിക്കറിയില്ല. പക്ഷെ ആ ഗേറ്റ് അടച്ച് ആ ക്യാമറയുടെ ആക്സസ് ആണ് പൊട്ടിച്ചിട്ടായിരുന്നു. ഗൈസ് നമുക്ക് എന്തായാലും ഈ ഒരു കോഗ് വീലുണ്ടല്ലോ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. കിട്ടിയതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് എവിടെ ഇട്ടെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഗൈസ് ഞാനൊരു സ്ഥലത്ത് നോക്കാൻ മറന്നു. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഞാൻ തീരെ നോക്കിയിട്ടില്ല. നമുക്ക് ഇവിടെ പോയി നോക്കണം. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഓക്കെ, ഇതിനുള്ളിലൊന്നുമില്ല. ഈ മേശകളുടെ ഉള്ളിലൊന്നും കൊണ്ടുവച്ചിട്ടില്ല കേട്ടോ. പറ്റിക്ക് വെറുതെ രസത്തിന് കൊണ്ടുവച്ചിരിക്കണം തോന്നുന്നു. ഇവിടെ പിന്നെ ഒന്നുമില്ല. നമ്മളെ റിയൽ ഗ്രാനിലാണെങ്കിൽ അവിടെ 2 ബുള്ളറ്റ് ഉണ്ടാവും. അവിടുത്തെ ഗ്രാനി വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. അത് നമ്മളെ കണ്ടിട്ടില്ല തോന്നുന്നു, കണ്ണുപൊട്ടത്തി തോന്നുന്നു. എന്തായാലും ആവട്ടെ, നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ പോയി നോക്കാം. എവിടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? ഗൈസ് നമ്മൾ ആ റൂം നോക്കിയില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഇത് ലോക്കാവാറ് റിയൽ ഗ്രാനിയിൽ, പക്ഷെ ഇതിൽ ലോക്കല്ല. നമുക്ക് ഇതിനുള്ളിൽ പെയിൻറ്റിങ്ങിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതെന്തായാലും കൊണ്ടിട്ട് ആ ഫ്രെയിമുമ്മ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പീസും കൂടി കിട്ടിയാൽ മതി ഗൈസ്. അപ്പോൾ ഫ്രെയിം റെഡിയാവും. ഇനി ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാമോ? ഇതിനുള്ളിൽ നമുക്ക് ഓൾറെഡി എല്ലാം കിട്ടി. ഗൈസ് നമ്മൾ ഒരു പീസും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മേലെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. ആ ഒരു മേശം ഉണ്ടായിരുന്നു, നമ്മൾ അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ പെയിൻറ്റിങ് സംഭവങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇതുവരെയായിട്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ളൊന്നും കിട്ടിയിട്ടില്ല. ഈ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് എസ്കേപ്പ് ചെയ്യാനുള്ളതെല്ലാം ഒന്ന് തപ്പി പിടിക്കട്ടെ. ഗൈസ് നമുക്ക് ഈ കട്ടുംപ്ലെയറായിട്ട് മേലെ ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ മറ്റേ ആ ഒരു ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ആ ഫാന് കട്ട് ചെയ്തിട്ട് ആ സംഭവം എടുക്കണം, ആ കീ എടുക്കണം. ഇത് സേഫ് കീ ആയിരുന്നു ഗൈസ്. സേഫ് കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഈ സേഫിനുള്ളിൽ നിന്ന് എന്താണാവോ കിട്ടുക നോക്കി നോക്കാം. കാർ കീ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കാർ എസ്കേപ്പ് അപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഇതിൻ്റെ ഡിക്കി തുറന്ന് മാസ്റ്റർ കീ കിട്ടി ഗൈസ്. ഇതിൻ്റെ ഡിക്കിന്ന് മാസ്റ്റർ കീ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കീ ഇവിടെ ഇരിക്കട്ടെ. കാർ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും മാസ്റ്റർ കീ എടുത്തിട്ട് മേലെ കൊണ്ടുപോയിടാം. അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഈ കാറിൻ്റെ ബോണറ്റ് തുറന്ന് നോക്കാം. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഗണ്ണിൻ്റെ ഒരു പീസ് കിട്ടി. കാറിൻ്റെ ഉള്ളിലൊന്നുമില്ല ഗൈസ്. നമ്മളിവിടുത്തെ കിച്ചണിലൊന്നും വന്ന് നോക്കിയില്ലേ. നമുക്ക് ഈ ഒരു കബോർഡൊക്കെ ഒന്ന് തുറന്ന് നോക്കി നോക്കാം. ഇതിനുള്ളിലൊന്നുമില്ലടാ. ഇനിയിപ്പോൾ എവിടെ? ഇതിനുള്ളിലൂടെ നോക്കി നോക്കട്ടെ. ഇതിലൊന്നുമില്ലേ? ഗ്രാനി അത് അവിടെ നിന്ന് വരുന്നുണ്ട്, നമ്മളെ പോലീസ് ഗ്രാനി. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇനി ഇതിനുള്ളിൽ നോക്കി നോക്കട്ടെ. അതിനുള്ളിൽ നമുക്കൊരു കോഗുവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അവിടെ കൊണ്ട് സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ കോഗുവിൽ ഇവിടെ സെറ്റാക്കി കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണോ നമുക്ക് കിട്ടുക? വെപ്പൺ കീ കിട്ടി ഗൈസ്. ഗൈസ് ഇവിടെ നൈസായിട്ടൊന്ന് പണി പാളിയൊക്കെയാണ്. നമ്മളെ ഗ്രാനി ആ വെപ്പൺ കീ എടുത്ത് പോണ സമയത്ത് ബാക്കിൽ നിന്ന് അടിച്ച് ഗൈസ്. അത് പ്രതീക്ഷിക്കാതെ ബാക്കിൽ നിന്ന് അടിച്ച്. പക്ഷെ എന്ത് ചെയ്യാനാ? ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഡേ 5 ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാഡ്ലോക്കിയൊക്കെ കിട്ടണം. പാഡ്ലോക്കിയും കൂടി കിട്ടിയാൽ മതി. മാസ്റ്റർ കീ കിട്ടി, കട്ടിംഗ് പ്ലെയർ ഉണ്ട്, ഹാമർ ഉണ്ട്. ഇനി പാഡ്ലോക്കി എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? നമുക്ക് ബാക്ക് യാർഡിൽ പോയി ഒന്ന് തപ്പി വെക്കാം. ഈ വെപ്പൺ കീയുള്ള കാര്യം കണ്ട് ഞാൻ മറന്ന്. ഇനി വെപ്പൺ എടുത്തിട്ടേ ഗ്രാണീനെ എത്ര നേരം ഗ്രാണി ഇന്നെ ബോധം കെടുത്തി. ഇനി ഞാൻ കുറച്ചു നേരം ഗ്രാണീനെ ബോധം കെടുത്തിട്ടെ. അല്ല പിന്നെ നമ്മളോട് ഗ്രാണിയുടെ കളി. എവിടെ ഇങ്ങോട്ടേക്ക് വാ. ഹലോ ഗ്രാണി, ഇങ്ങോട്ടേക്ക് വാ. എന്നാ പിടിച്ചോ. കുറച്ചെറിഞ്ഞേ ബോധം കെട്ട് കിടക്കുക അവിടെ. ഇന്ന് മാറിക്ക അങ്ങോട്ടേക്ക്. ഗൈസ് ഈ ഗെയിം മൊത്തം ബഗ്ഗാണ്. ഇതെന്താന്നാ പറയാ? അതിന്റെ ലാസ്റ്റത്തെ ഡേയും കൂടി കഴിഞ്ഞങ്ങനെ എന്താ സംഭവം നീക്കാണെന്നുണ്ടെങ്കിലേ ഗ്രാണി മേലെ കൂടെ നടക്കായിരുന്നു. ഇതിപ്പോ ഞാൻ മേലെ കൂടെ പോവല്ലേ വിചാരിച്ചിട്ട് ഇതെന്താണ് നമ്മളെ തല വെട്ടി ഇതി വെച്ചിട്ട് ഗ്രാണി മേലെ കൂടെ പോവായിരുന്നു. ഞാൻ മേലെ കൂടെ അല്ലേ വിചാരിച്ച അടിയിൽ കൂടെ പാസ് ചെയ്ത് പോകാൻ വേണ്ടി പെട്ടെന്ന് അടിക്കിന്റെ ഫ്രണ്ടിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് മറ്റേ ഭൂതങ്ങളെ പോലെ. ഇതിനൊക്കെ എന്താ ചെയ്യണ്ടി? എന്നിട്ട് ഇന്നെ മണ്ടക്കടിച്ചിട്ട് അങ്ങനെ ഗെയിം ഓവർ ആയിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ പാർട്ട് 2 ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. നെക്സ്റ്റ് എന്തായാലും നമ്മളിതിൽ എസ്കേപ്പ് ആവുന്നതായിരിക്കും, അത് ഉറപ്പാണ്. ഇതെന്താ അറിയില്ല, ഞാൻ എസ്കേപ്പ് ആവേണ്ടി തരുന്നു. ഇത് മൊത്തം ബഗ് ആയത് കൊണ്ട് നമ്മൾ തോറ്റു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അപ്പം എന്നാൽ ബൈ.